ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു ചന മസാല ഉണ്ടാക്കിയാലോ? അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന മസാലയാണ്. അപ്പം എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് വെള്ളക്കടല തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എടുത്ത് വേവിച്ചു. 3 പച്ചമുളകും കൂടെ ഇട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടത് 2 സവാള, 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം തക്കാളി. വലിയതാണെങ്കിൽ പകുതി തക്കാളി മതി, ചെറുതാണെങ്കിൽ ഒരു ചെറിയ തക്കാളി. ഇനി ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് വെക്കണം. സവാള ചെറുതായിട്ട് കൊത്തി അരിയണം. തക്കാളി ഇച്ചിരി വലിയ ഇതിൽ തന്നെ അരിഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്കിനി ചീനിച്ചട്ടി വെക്കാം. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഐറ്റത്തെ ഇടണം. ആദ്യം നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചതിടാം. ഇപ്പം ചെറിയ ഉള്ളി എണ്ണയിലോട്ട് എത്തി. ഇനിയിപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനെ ഇടണം. അതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റെന്ന് വെച്ചാൽ ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നത് വരെ ഒന്ന് വഴറ്റണം. നല്ല അടിപൊളിയായിട്ടൊരു ചന മസാലയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കി തീരും. നമുക്ക് മറ്റേ കറുത്ത കടലയെ പോലെ ഒരുപാട് വേവും അത്രയൊന്നുമില്ല. ഞാൻ ആവശ്യത്തിന് കുറച്ചേ എടുത്തുള്ളൂ. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാകും. സ്കൂളിൽ കൊടുത്തു വിടാനും രാവിലെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പം ഇനി പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുമാതിരി ഈ ഒരു പരുവത്തിന് വഴണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇടുന്നുണ്ട്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചന മസാല തന്നെ കിട്ടും. ഇവിടെ ചന മസാല ഞാൻ മേടിച്ചതില്ലായിരുന്നു, അതുകൊണ്ടാണ് മീറ്റ് മസാല ഇട്ടത്. ഇനിയിപ്പം അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത്രയും മതി. വേറെ കൂടുതൽ പൊടികളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നന്നായിട്ട് വഴറ്റി നമ്മൾ ഇതിനകത്ത് എരിവുള്ള മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കടലയുടെ കൂടെ നമ്മളതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 3 പച്ചമുളക് ഇട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് വേവിച്ചത്. ഇനിയിപ്പോൾ ആ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇടണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒരിച്ചിരി വെന്ത് വരണം. ചെറുതായിട്ട്, ഒരുപാടൊന്നും വെന്ത് ഉടഞ്ഞ് അങ്ങനൊന്നും വേണ്ട. തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് കടല വേവിച്ച് വെച്ച ചനായും കൂടെ ഇടണം. അപ്പം ഇപ്പം നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടെ ഇടാം ഇതിനകത്ത്. ആ വെള്ളത്തോട് തന്നെ ഇടണം. അത്രയും വെള്ളം വേണം. എന്ന് വെച്ചാൽ ഈ വെള്ളക്കടലയ്ക്ക് അതിന് നമ്മൾ വെക്കും തോറും അത് നന്നായിട്ട് കുറുകി വരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കടല വേവിച്ചതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ കടുവറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പം ഇതിനെ നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ കുറച്ച് നേരം നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി തിളപ്പിക്കുകയോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് തന്നെ ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ച് ചെയ്യുന്നത്. ഇനിയിപ്പം ഹൈ ഫ്ലെയിമിലോട്ടിട്ട് ഞാനൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയായിരുന്നു. ഇപ്പം ഈ ഒരു പരുവത്തിന് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതാണ്. അപ്പം നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചന മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട്
കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. കസൂരി മേത്തി ഇല്ലാത്തവർ മല്ലിയില ആഡ് ചെയ്താലും മതി. രണ്ടും ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും കുഴപ്പമില്ല. ഇപ്പം ഞാനിത് ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് ആ ചൂടോടെ തന്നെ അടച്ച് വെക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു മണവുമൊക്കെ ആ കടലയ്ക്ക് കിട്ടത്തുള്ളൂ. ഇതാ ഇനിയിപ്പോൾ ഒന്ന് നോക്കി, അടിപൊളിയായിട്ടുള്ള ചന മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് കമൻസൊക്കെ ഇടണം. എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ കമൻസൊക്കെ ഇടണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.